സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രെഗ് സ്റ്റുവർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗ്രെഗ് സ്റ്റുവർട്ട് ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് സ്കോട്ട്ലാൻഡിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണെന്ന്. എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ്. എന്തായാലും അതൊരു നല്ല ന്യൂസ് തന്നെയാണ്. പ്രാക്ടീസിനും ഇറങ്ങിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ നമുക്കറിയാം എത്രത്തോളം വാല്യുബിൾ താരമാണ് ഗ്രെഗ് സ്റ്റുവർട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയെന്ന്. എന്തായാലും ആ ഒരു സമയത്ത് പറഞ്ഞു കേട്ട കാര്യം എന്ന് പറയുന്നത് നവംബറിൻ്റെ, അതായത് നവംബർ 29 ആ ഒരു ടൈമിനോട് അടുപ്പിച്ച് അദ്ദേഹം തിരിച്ചു വരത്തുള്ളതാണ്. എന്തായാലും അദ്ദേഹം എയർലി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ലൊരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാൻ യുണൈറ്റഡ് വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏണസ്റ്റ് ആൻഡ്വി എന്ന് പറയുന്ന ഒരു താരത്തെ അവർ സൈൻ ചെയ്തിരിക്കുകയാണ്. ഗനയൻ താരമാണ്. ഇങ്ങനെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ 29 വയസ്സാണ്, വിങ്ങറാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കൂടുതൽ കളിച്ചിട്ടുള്ളത് യുക്രൈൻ ലീഗിലാണ്. യുക്രൈൻ ഫസ്റ്റ് ഡിവിഷൻ, യുക്രൈൻ സെക്കൻഡ് ഡിവിഷൻ തുടങ്ങിയ ലീഗുകളിലാണ് ഇതിൻ്റെ കരിയറിൽ കൂടുതലും കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ നമുക്കധികം സൈപ്രസിലൊക്കെ കളിച്ചതായി കാണാൻ സാധിക്കും. എന്തായാലും ഒരു വിത്തൗട്ട് ക്ലബ്ബിൽ നിൽക്കുന്ന ഒരു താരമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ രാജസ്ഥാൻ യുണൈറ്റഡ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും വളരെ നല്ല സൈനുകൾ ഇപ്പോൾ രാജസ്ഥാൻ യുണൈറ്റഡ് നടത്തുന്നുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സന്തോഷ് ട്രോഫിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് ഈ നവംബർ 20 എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 2 താരങ്ങൾക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. മുഹമ്മദ് റിഷാദ് ഗഫൂറും അതുപോലെ മുഹമ്മദ് അജസൽ തുടങ്ങിയ 2 താരങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് റിഷാദ് ഗഫൂർ എന്ന് പറയുന്ന താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് വെറും 17 വയസ്സ് മാത്രമാണ്. സോ വളരെ, അതായത് സന്തോഷ് ട്രോഫി കളിക്കുന്ന തന്നെ ഏറ്റവും യങ് താരമെന്ന് മുഹമ്മദ് റിഷാദ് ഗഫൂറിനെ പറയണം. സോ എന്തായാലും അദ്ദേഹത്തിനൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. എന്താ പറയുക, കേരള അല്ല, സന്തോഷ് ട്രോഫി കളിക്കഴിഞ്ഞാൽ കേരള ടീമിന് വേണ്ടി. സോ എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്.